UDFിൻ്റെ കൺവീനർ പറഞ്ഞു, തെരഞ്ഞെടുപ്പാണല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ജനങ്ങൾ LDFിന് തുറന്നുള്ള അധികാരമേൽപ്പിച്ചു, തുടർ ഭരണമേൽപ്പിച്ചു. അപ്പോൾ UDF ആയിരുന്നു വന്നതെങ്കിൽ ആ ലൈഫ് മിഷനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. LDFിനെ തുടർ ഭരണമേൽപ്പിച്ചതുകൊണ്ട് ശരിയായ വഴിക്കത് മുന്നോട്ട് പോയി. നമ്മുടെ കേരളത്തിലെ 5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി. അവിടെ ആള് താമസിക്കുകയാണ്. ഒരു കുടുംബത്തിൽ 4 പേരെന്നെടുക്കുക ശരാശരി. അപ്പോൾ 20 ലക്ഷം പേര് ഇങ്ങനെയൊരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ദിവസം മുതൽ അവർ ഒരു പ്രത്യേക ആളായി മാറുകയാണ്. വല്ലാത്തൊരു അഭിമാനബോധം, എൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു എന്ന. വൻതോതിൽ ആളുകളിൽ തന്നെ മാറ്റമുണ്ടാക്കുന്ന കാര്യം. LDF അല്ലെങ്കിൽ ഇത് വരുമായിരുന്നു. ഈ പാവങ്ങൾ മാത്രമല്ല, ആ പാവങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ള സമൂഹം ഒന്നടങ്കം ചിന്തിക്കുകയാണ്. LDF ഭരണത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നടന്നത്. എന്തിന് LDF എന്നതിന് ജനങ്ങൾ തന്നെ ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലക്കുണ്ടായ തകർച്ച ധാരാളം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അധികം പോകുന്നില്ല. സ്കൂളുകൾ തകർന്നു പോയത്, കുട്ടികൾ കൊഴിഞ്ഞു പോയത് എല്ലാം പൊതുവിദ്യാഭ്യാസമേ ഇനി ഉണ്ടാവില്ല എന്ന് കണക്കാക്കിയത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി നല്ല മാറ്റം അതിൽ കൊണ്ടുവന്നു. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തൊരു കാര്യമായതുകൊണ്ട് അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് എന്തായിരുന്നു പ്രത്യേകത? കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല മികവ് നേടിയ സംസ്ഥാനമാണെന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിരുന്നത്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുമായിട്ടുള്ളൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ഒരു ചെറിയ ചോദ്യം, ദേശീയ തലത്തിലുള്ള 100 സ്ഥാപനങ്ങൾ, അതിൽ കേരളത്തിൽ നിന്നുള്ള എത്ര സ്ഥാപനമുണ്ട്? ഉത്തരവില്ല. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ആരെയും കുറ്റമല്ല. ഇതായിരുന്നു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ. അപ്പം ഇതിന് മാറ്റം വേണ്ടേ? ആ മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചു. LDFന് തുടർഭരണം ലഭിച്ചതോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപടികൾ തുടങ്ങി. 6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ആ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ അക്കാദമിഷ്യൻസ് അടങ്ങുന്ന കമ്മീഷൻ, അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എവിടെയെത്തി? കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ A++ നേടിയിരിക്കുന്നു. 3-4 യൂണിവേഴ്സിറ്റികൾ A+ നേടിയിരിക്കുന്നു. ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികളെ എടുത്താൽ അതിൽ 2 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 50 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, അല്ലെങ്കിൽ 40 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ പിന്നെയും 2 എണ്ണം വരും.
ദേശീയ തലത്തിലുള്ള 100 കോളേജുകൾ 18 കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റമല്ലേ ഇത്? എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക കോഴ്സുകൾ, നല്ല തോതിൽ യോഗ്യത സമ്പാദിക്കാൻ നമ്മുടെ യുവതക്ക് കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരിതെല്ലാം ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ മാറ്റം അവർ തിരിച്ചറിയുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഉയർന്ന അക്കാദമിക് ശേഷി ഇവിടെ ഞങ്ങൾക്ക് വേണം എന്നാണ് നമ്മുടെ യുവത ആഗ്രഹിക്കുന്നത്.